നമസ്കാരം. സമീപകാലത്തായി പുറത്തു വന്ന വാർത്തകളിലെ സംഭവങ്ങളിൽ പലതിലും പുരുഷന്മാരായിരുന്നു ഇരകൾ. കാമുകന് വേണ്ടി യാതൊരു ദയയുമില്ലാതെ ഭാര്യ ഭർത്താവിനെ കൊലപ്പെടുത്തിയ നിരവധി സംഭവങ്ങൾ ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ മാത്രം സംഭവിച്ചിരുന്നു. അത്തരം കഥകൾ അവസാനിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന സമാനമായ സംഭവങ്ങളാണ് വീണ്ടും വീണ്ടും പുറത്തു വരുന്നത്. ഭാര്യയുടെ ചതിയുടെയും വഞ്ചനയുടെയും ബ്ലാക്ക്മെയിലിങ്ങിൻ്റെ മാനസിക പീഡനത്തിൻ്റെയും ഞെട്ടിക്കുന്ന സംഭവമാണ് ഹരിയാനയിലെ റോഹ്തക്കിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തു വരുന്നത്. കാമുകനുമായുള്ള ഭാര്യയുടെ വീഡിയോ കണ്ട ഭർത്താവ് മനം നൊന്ത് ജീവനൊടുക്കിയതാണ് സംഭവം. മകൻ എന്ന് വിളിക്കുന്ന അജയ് എന്ന പേരുള്ള യുവാവാണ് ജീവനൊടുക്കിയത്. ഭാര്യ ദിവ്യയും കാമുകൻ ദീപകും ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് മകൻ ആരോപിച്ചിരുന്നു. ഇരുവരും തമ്മിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ മനോവിഷമത്തിലാണ് യുവാവ് ജീവനൊടുക്കിയത്. ജൂൺ 18-ന് യുവാവിൻ്റെ മൃതദേഹം മരത്തിന് മുകളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണശേഷം പിന്നീട് ഫോൺ പരിശോധിച്ച ബന്ധുക്കളാണ് ആത്മഹത്യയെക്കുറിച്ച് വിവരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കണ്ടത്. കാമുകനൊപ്പമുള്ള ചൂടൻ നൃത്തത്തിൻ്റെ വീഡിയോയും മുൻപ് മകനും ഭാര്യ അയച്ചിരുന്നു. ദിവ്യ അയച്ചു കൊടുത്ത വീഡിയോ കണ്ടതിന് പിന്നാലെയാണ് മകൻ ജീവനൊടുക്കിയതെന്നാണ് കുടുംബം പറയുന്നത്. തൻ്റെ ഭാര്യ ദിവ്യയും ആൺസുഹൃത്തും പോലീസുകാരനായ ദീപക്കും തന്നെ ഉപദ്രവിക്കുന്നുവെന്ന് പറഞ്ഞാണ് വീഡിയോ ആരംഭിക്കുന്നത്. ദിവ്യ തൻ്റെ പിതാവിനെ കൊല്ലാനും പിതൃസ്വത്തായി ലഭിക്കുന്ന ഭൂമി വിൽക്കാനും തന്നെ പ്രേരിപ്പിച്ചെന്ന് അജയ് പറയുന്നു. ഈ പണം തൻ്റെ കാമുകനായ ദീപകിന് പോലീസ് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഉപയോഗിക്കാനാണെന്നും ദിവ്യ മരിച്ച അജയോട് പറഞ്ഞിരുന്നു. സംഭവത്തിൽ അജയ് ദിവ്യക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ പണം കൊണ്ട് ദിവ്യയും ദീപക്കും മഹാരാഷ്ട്രയിൽ ഫ്ളാറ്റ് വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും അജയ് പറഞ്ഞു. വിവാഹത്തിന് ശേഷമാണ് ദിവ്യ മുൻപ് വിവാഹിതയാണെന്നും ആ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ടെന്നും അജയ് അറിയുന്നത്. വിവാഹബന്ധം വേർപിരിയാതെയാണ് അജയ്യെ ദിവ്യ വിവാഹം ചെയ്യുന്നത്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വിവാഹബന്ധം വേർപിരിയാത്ത ഒരാൾക്ക് പുനർവിവാഹം കഴിക്കുന്നതിൽ വിലക്കുണ്ടെന്ന് അജയ് സംഭവം ഒരു അഭിഭാഷക സുഹൃത്തിനോട് ചോദിച്ചറിഞ്ഞു. എന്നാൽ കേസിന് പോകാതെ ആദ്യ ഭർത്താവിനൊപ്പം പോകാൻ പണം കൊടുത്ത് ഒഴിവാക്കാനാണ് അജയ് ശ്രമിച്ചത്. സ്ഥലം MPയെയും MLAയും സ്ത്രീ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന പ്രദേശത്തെ ആളുകളെ വീഡിയോയിൽ അജയ് പരാമർശിക്കുന്നുണ്ട്. 2019-ലാണ് ദിവ്യയെ അജയ് സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നത്. ആദ്യം ദിവ്യയെ കുടുംബം അംഗീകരിച്ചില്ലെങ്കിലും ഇരുവർക്കും ഒരു കുഞ്ഞു പറഞ്ഞപ്പോൾ കുടുംബം ഇവരെ സ്വീകരിക്കുകയായിരുന്നു. ദിവ്യ ജോലി എന്ന പേരിൽ ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിന്നിരുന്നു. ഇത് മഹാരാഷ്ട്രയിലെ ദീപകിനെ കാണാനാണെന്നും പിന്നീട് വ്യക്തമായിരുന്നു. വീഡിയോകൾ അപ്ലോഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ മകൻ സ്വന്തം കൃഷിയിടത്തിലെ ഒരു മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു.